പിന്നെ ഈരാറ്റുപേട്ട ഗവൺമെന്റ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. ഇന്നലെ ഉച്ചയ്ക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു ഒരാളുടെ. ഇന്നലെ അയാൾ ചെന്നപ്പോൾ ഏകദേശം 10-80 ആളുകൾ അവിടെ ക്യൂവിലാണ്. ഞായറാഴ്ച ദിവസമായിരുന്നു, ശരിയാണ്. ഒരു ഡോക്ടർ മാത്രമാണുള്ളത്. ആ ഡോക്ടറെ കൊണ്ട് നടക്കാൻ പറ്റാത്ത സാഹചര്യം. നമ്മൾ കഴിഞ്ഞ ദിവസം നഗരസഭാ കൗൺസിൽ കൂടി എല്ലാവരും കൂടെ കൂടിയെടുത്ത് 29 കൗൺസിലർമാരും കൂടിയെടുത്ത ഒരു തീരുമാനം ഈരാറ്റുപേട്ട ഗവൺമെന്റ് ആശുപത്രി താലൂക്ക് ആശുപത്രിയായി ഉയർത്തുക എന്ന് പറഞ്ഞൊരു തീരുമാനം നമ്മൾ എടുത്തിരുന്നു. പക്ഷെ അതിന് പ്രകാരമുള്ള ഒരു കാര്യവും ഇത്തവണത്തെ നമ്മുടെ നഗരസഭയുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ അടക്കമുള്ള ആളുകൾ, മന്ത്രി അടക്കമുള്ള ആളുകളെയൊക്കെ പോയി കണ്ടിരുന്നു. പക്ഷെ ഒരു ബഡ്ജറ്റിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും വന്നില്ല. അത് അപലപനീയമായ ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള നമ്മുടെ നാട്ടില് പക്ഷെ നേരെ തിരിച്ച് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് വലിയൊരു മാറ്റം വന്നു. ആക്ഷേപം പറയുമ്പോഴും ഒരു ഗുണം പറയണമല്ലോ. നഗരത്തിൽ 6 പോലീസുകാരെ ജില്ലാ പോലീസ് മേധാവി നമുക്ക് അനുഭവിച്ചു. നഗരത്തിൽ പോലീസ് സംവിധാനം എല്ലാം വന്നു. ചെറിയൊരു മാറ്റം ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് ചെറിയൊരു മാറ്റം എല്ലാം വന്നിട്ടുണ്ട്. ഇനിയും മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ചെറിയൊരു മാറ്റം എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം അത് അടിയന്തരമായി പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ഞായറാഴ്ച ദിവസം ഒരു ഡോക്ടറെ ഉള്ളൂ. നമുക്ക് 24 മണിക്കൂറും ഡോക്ടർമാരുടെ സംവിധാനമുള്ള ഒരു ആശുപത്രിയായി നമ്മുടെ ഈരാറ്റുപേട്ട ഗവൺമെന്റ് ആശുപത്രി കുടുംബാരോഗ്യ കേന്ദ്രം മാറേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിൽ UDF-ന്റെ സംവിധാനമാണ് ഈരാറ്റുപേട്ട നഗരസഭയും എല്ലാ സംവിധാനങ്ങളും. നമ്മുടെ നിലവിൽ കേരള മുനിസിപ്പാലിറ്റി, MLA, മുഖ്യമന്ത്രി അടക്കം കേരള സംവിധാനം അടക്കം മൊത്തം ഭരിക്കുന്നത് UDF-ന്റെ സംവിധാനമാണ്. അവർ നോക്കിയാൽ നടക്കാത്തതായിട്ട് ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് ഇവരെല്ലാം മുമ്പിൽ വരണം. വികസന കാര്യങ്ങളിൽ ഇപ്പോഴും ഉറപ്പിച്ചു യാതൊരു മടിയുമില്ലാതെ, ഒരു ആക്ഷേപവും ഇല്ലാതെ ഞങ്ങൾ സൂചിപ്പിക്കുന്നു. വികസന കാര്യങ്ങളിൽ ഒരു മടിയുമില്ലാതെ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഈരാറ്റുപേട്ട നഗരസഭയോടും ഇവിടുത്തെ എല്ലാ ഭരണ സംവിധാനത്തോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. പക്ഷേ ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ജനങ്ങളോട് അല്ലെങ്കിൽ ഈ ഭരണസമിതിയോട് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ജനങ്ങളോട് അറിയിക്കുകയും ഭരണസമിതിയുടെ മുമ്പിൽ കൊണ്ടുവരികയും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം യാതൊരു മടിയും കൂടാതെ, ഒരു തരത്തിലുള്ള ലാഭേച്ഛയും കൂടാതെ ഞങ്ങൾ അതിന് മുമ്പിൽ നിൽക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്